നിങ്ങളെന്താ പറയുന്നത്? കഴിഞ്ഞ ഇങ്ങനെ ഈ ഒരു രീതിയിലെ പൊളിറ്റിക്സ് മറിഞ്ഞപ്പോൾ എന്താ അൻവറിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ചിത്രം? കൊടയിലൊടുങ്ങാത്ത വടിയാണ് കേട്ടോ, എവിടെയും പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകും. അതിന് ഉപോത്ഭകമായി പല എന്താ പറയുക തെളിവുകളും പഴയ കാലത്തെ പല അനുഭവങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു രീതി ഇവിടെ അവലംബിച്ചിട്ട് പോലും ഞാൻ അത്ര മോശക്കാരൊന്നും അല്ല, നിങ്ങൾക്കറിയാം, ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഈ വിഭാഗം ഉണ്ടാക്കിയെടുത്തത് ഞാൻ കൊടയിൽ ഒതുങ്ങാത്ത വടിയാണ്. അത് പരിപൂർണമായും തെറ്റാണ് എന്നത് UDF ലീഡർഷിപ്പിനും കോൺഗ്രസ് ലീഡർഷിപ്പിനും അറിയാം. ഇപ്പോൾ അതിൽ പങ്കെടുത്ത ബഹുമാനായ സുധാകരനും KC രമേശ്ജിയും 10-35 കൊല്ലത്തെ കോൺഗ്രസ് ബന്ധമുണ്ട്. VD പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം 2005 അദ്ദേഹം 2005 എൻ്റെ ഓർമ്മ അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് വരുന്നത്, MLA ആയിട്ട് വരുന്നത്. അപ്പോഴേക്ക് ഞങ്ങളൊക്കെ കോൺഗ്രസ് വിട്ട് 4ാം ഗ്രൂപ്പും DIC ഒക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് പൊളിറ്റിക്സിൽ കോൺഗ്രസിൽ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തെ ഒരു ശത്രുപക്ഷത്താക്കിയിട്ടാണ് ഞാൻ നിയമസഭയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ കൊടയിൽ ഒതുങ്ങുന്ന വടി തന്നെയാണ്. ഞാൻ എപ്പോഴാണ് പിണറായിയിട്ട് തെറ്റുന്നത്? നിങ്ങൾ കണ്ടില്ല. ഞാൻ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും അത് ലൈവാണ്. ഇന്നലെ പോലും RSSന്റെ ഈ പറയുന്ന നമ്മുടെ ജയിൽ ജീവനക്കാർ നടത്തിയ മീറ്റിംഗ് ഓരോ ഘട്ടത്തിലും അത് ഓരോന്ന് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ പൊളിറ്റിക്സ് അവിടെ നിൽക്കുന്നുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അതിനെ എൻകാഷ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, CPMന്റെ വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. അതൊരു വസ്തുതയല്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടൊന്ന് സ്വകാര്യം സംസാരിച്ച് നോക്കൂ. ഈ ഗവൺമെന്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത്? കഴിഞ്ഞ 7.5 കൊല്ലം 6 മാസമായിട്ട് അവർക്ക് കുറച്ച് റിലീഫുണ്ട്. CPMന്റെ സാധാരണക്കാരായ തൊഴിലാളികളും പാവപ്പെട്ട സഖാക്കൾക്കും നീതി കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല, പഞ്ചായത്ത് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല, ഫോറസ്റ്റ് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഈ അധികാരവർഗം അവരാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത്. അത് മാറ്റണമെന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ഫൈറ്റ് നടത്തി ഈ പറയുന്ന പ്രതിപക്ഷവുമായി നിരവധി ഏറ്റുമുട്ടൽ നടത്തി അവർക്ക് ഇങ്ങനെ എല്ലാവരും തീരുമാനം എടുക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിസത്തിനെതിരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളുടെ ചർച്ചയാണ്. ഞാൻ പിണറായിക്കെതിരെ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകൾ, പരാതികൾ കഴിഞ്ഞിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുവായിട്ട് എന്നോട് പൊതുസംസാരം നിർത്തണമെന്ന് ഞാൻ നിർത്തി.